നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തുടക്കം തന്നെ ഒരു അബദ്ധം കാണിച്ചിരുന്നു. ഇപ്പോൾ നമ്മളൊരു പൊസിഷനിലാണ് നിൽക്കുന്നത്. അത് 1:1 കവർ ചെയ്തിട്ടുമുണ്ട്. നമ്മൾ തുടക്കം കാണിച്ച അബദ്ധം ഞാനൊന്ന് പറയാം. അതായത് ഇന്ന് നമ്മൾ സെല്ലിംഗ് സൈഡ് ഇവിടുന്ന് ഫോളോ ചെയ്യുന്ന കണ്ടപ്പോൾ ഒരു പുൾ ബാക്ക് വന്ന് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ട് താഴത്തേക്ക് പോകും എന്നൊരു തോന്നലിൻ്റെ പുറത്ത് നമ്മൾ സെല്ല് ചെയ്യാനായിട്ടുള്ള വിൻഡോ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടു. ഇതേപോലെ ഡയലോഗ് ബോക്സ് ഇങ്ങനെ കിടക്കുവാണ്. നമ്മൾ ഓർഡർ ഫ്ലോ ചാർട്ടിൽ നോക്കിയപ്പോൾ ഇവിടെ ബൈ ചെയ്യാൻ സമയമായി. ഏകദേശം ഈ ക്യാൻഡിൽ വന്നപ്പോൾ ബൈ ചെയ്യാമെന്ന് തോന്നിയിട്ട് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമ്മൾ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് ബൈ ചെയ്തു. പിന്നീടാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ സെല്ലാണ് ചെയ്തേക്കുന്നത്. ഭാഗ്യവശാൽ മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് തന്നെ മൂവ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് നമുക്ക് ആ സെല്ല് ചെയ്തതിൽ ഏകദേശം ഒരു 100 രൂപയ്ക്ക് അടുത്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിരുന്നു. ആ പൊസിഷൻ അപ്പോൾ തന്നെ സ്ക്വയർ ഓഫ് ചെയ്തു. കാരണം നമുക്ക് 30 രൂപയാണ് ചാർജസ് പോണത്. അതിന് മേളിൽ വരുന്ന ഓരോ രൂപയും നമുക്ക് പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ എക്സിറ്റ് എടുത്ത് പോന്നു. അതിനുശേഷം രണ്ടാമത്തെ ക്യാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. സെക്കൻഡ് ക്യാൻഡിൽ, ഫസ്റ്റ് ക്യാൻഡിലും സെക്കൻഡ് ക്യാൻഡിലും ഡെൽറ്റ ചെറിയ രീതിയിലാണെങ്കിലും പോസിറ്റീവ് തന്നെയായിരുന്നു. ക്യാൻഡിൽ വലിയ നെഗറ്റീവ് ക്യാൻഡിലാണ്, പക്ഷേ ഡെൽറ്റ പോസിറ്റീവ് ആയിരുന്നുകൊണ്ടും ഒപ്പം തന്നെ രണ്ടാമത്തെ ക്യാൻഡിൽ നമ്മുടെ ഓർഡർ ബ്ലോക്കിനുള്ളിലായതുകൊണ്ടും ഇന്നലത്തേതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങ് ബൈ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ 256 രൂപ 50 പൈസയ്ക്ക് നമ്മൾ ബൈ ചെയ്തു. അതിന് ശേഷം സ്റ്റോപ്പ് ലോസും വെച്ചു. ഏകദേശം നമുക്കിവിടെ കാണാം ഈ ഒരു ക്യാൻഡിൽ, അതായത് 9:30 ക്യാൻഡിലാണ് 10 ലക്ഷത്തിൻ്റെ ഒരു ഓർഡർ അതിൽ വന്നിരുന്നു. അവിടെ നിന്നാണ് മാർക്കറ്റ് തിരിച്ച് കയറാൻ തുടങ്ങിയത്. പക്ഷേ അപ്പോഴും ഡെൽറ്റ അതുവരെയുള്ള ഡെൽറ്റ നോക്കിക്കഴിഞ്ഞാൽ ഓൾ ഓവർ ദ ഡെൽറ്റ പോസിറ്റീവ് ആയിരുന്നു ഈ 3 റെഡ് ക്യാൻഡിലുകളിൽ. സോ ദാറ്റ് നമുക്ക് ഓർഡർ ബ്ലോക്കിൻ്റെ കൺഫർമേഷൻ വെച്ച് നമ്മൾ എൻട്രി എടുത്തിരുന്നു. അതിന് ശേഷം ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് നമ്മുടെ സൈഡ് ക്ലിയർ ആവുകയും ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് അറ്റ്ലീസ്റ്റ് 1:2 ഇവിടെ ടച്ച് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ട്രയലിംഗ് ആരംഭിക്കാവുന്നതാണ്. കാരണം നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മളുടെ ജേണലിൽ നമ്മൾ ഓൾറെഡി 16.5% പ്രോഫിറ്റിലേക്ക് ഈ മാസം എത്തിയിട്ടുണ്ട്. ഇന്ന് മുതൽ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇനി 3 ദിവസം കൂടെ നമുക്ക് ട്രേഡ് ഉള്ളൂ. 3 ദിവസം സ്റ്റോപ്പ് ലോസ് അടിച്ചാലും 7.5% നമുക്ക് നഷ്ടം വരുന്നുള്ളൂ. സോ ദാറ്റ് നമ്മൾ 9% ഒരു നെറ്റ് പ്രോഫിറ്റിലേക്ക് ഈ മാസം എനിവേ എത്തുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഹയർ റിസ്ക് റിവാർഡിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സമയമാണ് ഇത്. സോ ദാറ്റ് ഇന്ന് നമുക്ക് നല്ല രീതിയിൽ വലിയ റിസ്ക് റിവാർഡിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാവുന്നതാണ്. ഒപ്പം തന്നെ നിഫ്റ്റി 50 നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ അടയാളപ്പെടുത്തിയിരുന്നു ഈ താഴത്ത് കാണുന്ന ലൈൻ. ഇത് ഹിസ്റ്റോറിക്കലി 1 ഡേ ടൈം ഫ്രെയിമിലുള്ള മാർക്കറ്റിൻ്റെ മെയിൻ ഒരു സപ്പോർട്ട് ഏരിയയാണ്. ഇതിനെ ബ്രേക്ക് ചെയ്താൽ ലോങ് എൻട്രി, അതായത് സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണെന്ന് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതേ പൊസിഷനിൽ മാർക്കറ്റ് റിവേഴ്സൽ വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് നമ്മളുടെ ഇവിടെ 1:2 എബോവ് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇവിടെ ട്രയൽ ചെയ്ത് ഹയർ റിസ്ക് റിവാർഡിന് വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കാവുന്നതാണ്. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ടോട്ടൽ മൂവ് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ലോ ടു ഹൈ വരെ മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്ന 1.7% ആണ്. ഇന്നലെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇതേപോലെ തന്നെ ചെറിയൊരു മൂവാണ് നമ്മുടെ സ്റ്റോക്കിൽ ഇന്നലെയും കിട്ടിയിരുന്നത്. അതായത് 1.7% തന്നെയാണ് ഏകദേശം ഇന്നലെയും നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു 2% എബോവ് വരുന്നൊരു മൂവ് അങ്ങനെയാണെങ്കിൽ ഇന്ന് നടത്തണം എന്നാണ് നമുക്ക് തോന്നുന്നത്. മനസ്സിലാക്കുക, എല്ലാം നമ്മളുടെ തോന്നലുകൾ മാത്രമാണ്. ഇതൊന്നും നമ്മൾ പറയുന്ന ഒന്നും തന്നെ സംഭവിക്കണം എന്ന് യാതൊരുവിധ നിർബന്ധമില്ല. നമ്മൾ പറയുന്നതിന് എഗെയിൻസ്റ്റ് എല്ലായ്പ്പോഴും സംഭവിക്കാനുള്ള സാധ്യതകളുമുണ്ട്. എന്നിരുന്നാലും മാർക്കറ്റിൻ്റെ ഡെൽറ്റ ഇപ്പോൾ കണ്ടിന്യൂസ്ലി പോസിറ്റീവ് മൊമെൻറ്റം തരുന്നു എന്നതുകൊണ്ടും ബയേഴ്സ് കണ്ടിന്യൂസ്ലി വരുന്നു എന്നതുകൊണ്ടുമൊക്കെ നമുക്ക് തോന്നുന്നത് വലിയൊരു മൂവ് ഇന്നത്തെ ഡേ ഹൈ ഇവിടെയാണ്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 259.95 കട്ട് ചെയ്തിട്ട് വലിയൊരു മൂവ് ഒരു പക്ഷേ ഇന്ന് തന്നേക്കാം എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കിന്നൊന്ന് നോക്കാം. മാർക്കറ്റ് നമ്മുടെ 1:2 കവർ ചെയ്ത് 1:3 അതേ മൊമെൻറ്റം അതേ പേസിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. സോ ദാറ്റ് നമുക്ക് ട്രയൽ ചെയ്ത് മാക്സിമം ഇന്ന് ഹയർ റിസ്ക് റിവാർഡിന് വേണ്ടി ട്രൈ ചെയ്യണം. ഇവിടെ ഇപ്പോൾ ചെറിയൊരു പ്രതിഭാസം നടക്കുന്നുണ്ട്.
നമ്മുടെ ശ്രദ്ധയിൽ അത് പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ക്യാൻഡിൽ നല്ല രീതിയിൽ ഡൗൺവേർഡ് ഫോളോ ചെയ്തേക്കുവാണ് കഴിഞ്ഞ ദിവസത്തെ ആ ലാസ്റ്റ് ക്യാൻഡിലിനെ. അപ്പോൾ പ്രീവിയസ് ഡേ ആ ക്ലോസിംഗ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുന്ന സ്ഥലം ഇത് നല്ലൊരു ഓർഡർ ബ്ലോക്ക് പോലെ ഇന്നത്തെ ദിവസം വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റോക്ക് റിവേഴ്സ് ആയേക്കുന്നത്. സോ ദാറ്റ് അത് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. 1:2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഇത് ബ്രേക്ക് ചെയ്തൊരു ക്ലോസിങ് തരുന്നില്ല എങ്കിൽ ഒരു 10-30 മിനിറ്റ് മാക്സിമം നമുക്ക് നോക്കാൻ തരുന്നില്ല എങ്കിൽ 1:1 1:2 എക്സിറ്റ് ചെയ്ത് പോന്നാലും കുഴപ്പമുണ്ടാകത്തില്ല എന്നാണ് തോന്നുന്നത്. അത് ഒന്ന് വിശദമായി നോക്കിയതിന് ശേഷം നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. മാർക്കറ്റ് ഇപ്പോൾ ഡൗൺവേർഡ് വരികയാണ്. നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ 1:1നെയും ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോരുവാണ്. എന്നിരുന്നാൽ പോലും ഈ ട്രേഡ് നമുക്കിന്ന് മനസ്സമാധാനമായിട്ട് ഹോൾഡ് ചെയ്യാം. കാരണം ഫസ്റ്റിലെ സംഭവിച്ച ആ അബദ്ധം തന്നെയാണ്. അബദ്ധമാണ് സംഭവിച്ചതെങ്കിലും വളരെ റെയറായിട്ട് ചിലപ്പോൾ അത് നമുക്ക് അനുകൂലമായി മാറാറുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ആദ്യത്തെ ആ ട്രേഡിൽ ഏകദേശം 100 രൂപയുടെ അടുത്ത് നമുക്ക് ആ പ്രോഫിറ്റ് വന്നതുകൊണ്ട് തന്നെ ഇന്നിനി ഈ ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ ബുക്ക് ചെയ്താൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ ലോസ് കൊടുക്കേണ്ടി വരത്തില്ല. ചിലർ പൈസ കൊടുത്തിട്ട് പോരാൻ പറ്റും. സോ ദാറ്റ് നിഫ്റ്റി 50 ഇപ്പോഴും അതിൻ്റെ ഹൈ ലെവലിൽ തന്നെ തുടരുന്നതുകൊണ്ടും നമ്മളുടെ സ്റ്റോക്കിന് ഇന്ന് ഇപ്പോൾ കാണിച്ചേക്കുന്ന ഇത് വെച്ചിട്ട് നമുക്ക് തോന്നുന്നത് ഇത് ഇവിടുന്ന് നമ്മുടെ ഈ താഴത്തെ ഓർഡർ ബ്ലോക്കിൽ നിന്ന് റിവേഴ്സ് ആയേക്കുന്നത് മുകളിലേക്ക് തന്നെ പോകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളിപ്പോഴും ഉള്ളത്. അപ്പോൾ എനിവേ താഴത്തേക്ക് പോന്നാൽ പോലും ഇത് ഈ 1:2 ഏരിയയിൽ, അതായത് ഇവിടെ ഇതൊരു ഓർഡർ ബ്ലോക്കായി മാറുകയാണെങ്കിൽ അവിടെ വീണ്ടും വന്ന് ഹിറ്റ് ചെയ്ത് അതിന് ശേഷം മാത്രം താഴെ പോരും എന്നാണ് നമ്മളുടെ ഒരു തോന്നൽ. സോ ദാറ്റ് നമുക്ക് ഇന്നത്തെ ട്രേഡ് മനസമാധാനമായിട്ട് ഹോൾഡ് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ നിലവിലുള്ളത്. ബാക്കി നമുക്ക് നോക്കാം. എന്തായാലും നിഫ്റ്റി 50 ഇൻഡെക്സ് അങ്ങനെ താഴത്തേക്ക് പോരുന്നൊരു ലക്ഷണമൊന്നും വലിയ രീതിയിൽ ഇപ്പോൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ ഒരു പിവോട്ട് പോയിൻറ്റും കൂടെ വരുന്നുണ്ട്. സോ ദാറ്റ് അതവിടെ ഹോൾഡ് ചെയ്തേക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. നമ്മുടെ സ്റ്റോക്ക് അങ്ങനെ സ്റ്റോപ്പ് ലോസിനടുത്തേക്ക് മൂവ് ചെയ്യുന്ന കാഴ്ചയാണ്. ഡേ ലോയിൽ ഒരു പക്ഷേ നല്ലൊരു ലിക്വിഡിറ്റി കിട്ടിയാൽ അത് മുകളിലേക്ക് വീണ്ടും ഒരു പക്ഷേ പോയേക്കാം, നമുക്കറിയത്തില്ല. നിഫ്റ്റി 50 നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ്. സോ ദാറ്റ് ഇതൊരു തീർച്ചയായിട്ടും നമ്മൾക്ക് ഇന്ന് ഒരു പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ കിട്ടിയേക്കാം, കുഴപ്പമൊന്നുമില്ല. എനിവേ സ്റ്റോപ്പ് ലോസ് പോയാൽ പോലും നമ്മൾ വളരെ ചെറിയൊരു ലോസിലായിരിക്കും അവസാനിക്കുക. സോ ദാറ്റ് അത് നമുക്ക് ഇന്ന് അത്യാവശ്യം പ്രശ്നമുള്ള കാര്യമല്ല. മാർക്കറ്റ് ഡെൽറ്റ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവാണ് അറ്റ് പ്രസൻറ്റ്. ക്യാൻഡിൽ റെഡ് ആയതിന് ശേഷം കണ്ടിന്യൂസ്ലി വോളിയം ഡൗൺ സൈഡ് വരുന്നതാണ് നമ്മൾ കാണാൻ പറ്റിയത്. വോളിയം കുറഞ്ഞു വന്നു. കഴിഞ്ഞ ക്യാൻഡിൽ നല്ലൊരു പുഷ് താഴത്തേക്ക് വന്ന് ഹൈ വോളിയം വന്നു. അതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും മുകളിലേക്ക് പോയാൽ നമുക്ക് വളരെ നല്ലതാണ്, പോകണമെന്നാണ് നമ്മളുടെ ആഗ്രഹം. പക്ഷേ എന്ത് സംഭവിക്കാം നമുക്കറിയത്തില്ല. ഫസ്റ്റ് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ആദ്യത്തെ 1 മിനിറ്റ് റെഡ് ക്യാൻഡിൽ കാണുകയാണെങ്കിൽ ആ ക്യാൻഡിൽ ഒരു ഗ്രീനായിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. സാധ്യത മാത്രമാണ്. അപ്പോൾ കൂടുതൽ സാധ്യത അതിനാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ജസ്റ്റ് 10 പൈസയുടെ വ്യത്യാസത്തിലാണ് സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. യെസ്, ലോ വന്നേക്കുന്നത് 25 ഇന്നത്തെ 5 പൈസയുടെ വ്യത്യാസം. സ്റ്റോപ്പ് ലോസ് കിട്ടും, കിട്ടി. അപ്പോൾ നമുക്കിവിടെ കാണാം 50 രൂപയാണ് നമ്മളിന്ന് ലോസ് കൊടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ആദ്യത്തെ അബദ്ധം സംഭവിച്ചു കൊണ്ടിട്ടാണ്. നമ്മൾ 400 രൂപയുടെ അടുത്ത് ഇവിടെ പ്രോഫിറ്റ് വരെ പോയതാണ്. അതിന് ശേഷമാണ് നമ്മളിന്ന് ലോസ് ബുക്ക് ചെയ്തേക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. നമുക്ക്
നമ്മുടെ ജേണലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നമ്മളെ കാര്യമായിട്ടത് ബാധിക്കുന്നുണ്ടാവില്ല. അതും കൂടെ എഴുതിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. ഇന്നിനി ട്രേഡൊന്നുമില്ല, നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഫസ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് പോകുന്ന ഈ ഒരു ഏരിയ നല്ല ഹ്യൂജ് ഡൗൺ സൈഡ് മൂവ് നടത്തിയത് കൊണ്ട് തന്നെ ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് പിന്നീട് മാർക്കറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. താഴത്തെ ഓർഡർ ബ്ലോക്കിനെ അത് വകവെച്ചു, അവിടെ വന്ന് ഹിറ്റ് ചെയ്ത് റിവേഴ്സ് ആയിട്ട് തിരിച്ച് ഈ ഓർഡർ ബ്ലോക്കല്ല, മറിച്ച് റണ്ണിങ് ടൈമിൽ മാർക്കറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത ഈ ഓർഡർ ബ്ലോക്കിന് തിരികെ വന്നത് ഇടിച്ചിട്ടാണ് തിരികെ പോന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് ഓർഡർ ബ്ലോക്കുകളിൽ ഇടിച്ച് ബൗൺസ് ചെയ്യുന്നു. താഴത്ത് വന്ന് ഇടിച്ചു, ബൗൺസ് ചെയ്തു, തിരിച്ച് മുകളിലെ ഓർഡർ ബ്ലോക്കിൽ ഇടിച്ചു, താഴത്തേക്ക് ബൗൺസ് ചെയ്തു. ഇതാണ് മാർക്കറ്റിൽ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ന് ഇത് നമ്മൾ മനസ്സിലാക്കിയത് കുറച്ചധികം വൈകിട്ടാണ്. അപ്പോൾ അത് ആ സമയത്ത് തന്നെ ത്രൂ എക്സ്പീരിയൻസ് നമ്മളത് മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമുക്കിവിടെ 1:2 അല്ലെങ്കിൽ ഇവിടെ 1:1 ട്രയൽ ചെയ്തിട്ട് എക്സിറ്റ് എടുത്ത് പോരാമായിരുന്നു. എന്നിരുന്നാൽ പോലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം 20 അവിടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് മാർക്കറ്റ് ഇതാ തിരികെ മൂവ് ചെയ്യുന്ന പോലത്തെ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷേ ഇവിടെ ഈ മൂവൊന്നും കണ്ടിട്ട് നമ്മൾ പിന്നെയും ചാടി ഇറങ്ങേണ്ട ആവശ്യമില്ല. ഒരു ദിവസം ഒരു ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ അതെടുത്തിട്ട് പോരുക. കാരണം പിന്നെയും മാർക്കറ്റ് നമ്മളെ മാടി വിളിക്കും, ബാ ഉള്ളത് കയ്യിലുള്ളതും കൂടെ തന്നിട്ട് പോടേ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. പക്ഷേ നമ്മളതിന് വകവെക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ഡിസിപ്ലിൻ പ്ലസ് റിസ്ക് റിവാർഡ് ഇത് രണ്ടെണ്ണം മുറുകെ പിടിച്ചാൽ മാത്രമേ നമുക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റുള്ളൂ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ജേണലും കൂടെ നോക്കിയാൽ നമ്മൾ 50 രൂപയാണ് ലോസ് കൊടുത്തിട്ടുള്ളത്. കമ്പാരിറ്റീവ്ലി വളരെ കുറഞ്ഞ ലോസ് എന്ന രീതിയിൽ നമുക്കിന്ന് ആശ്വസിക്കാം. ഇനി ലോസ് കൗണ്ടും കൂടെ നമ്മൾ അടയാളപ്പെടുത്തി മൊത്തം ഇതുവരെയുള്ള ട്രേഡ് 177, അതിൽ 44% വിൻ റേഷ്യോ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ധാരാളമാണ്. 40% മുകളിൽ കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ 8 പ്രോഫിറ്റും 9 ലോസുമാണ് ഇന്നത്തേതും കൂടെ കൂട്ടി 47% വിൻ റേഷ്യോ ഉണ്ട്. ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി നമ്മൾ ചെയ്തു തുടങ്ങിയിട്ട് 50 ദിവസം പൂർത്തീകരിച്ചു. 29 ദിവസം നമ്മൾ പ്രോഫിറ്റിലാണ്, അതായത് 58% വിൻ റേഷ്യോ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ മാസത്തെ നെറ്റ് പ്രോഫിറ്റ് വരുന്നത് ROE വരുന്നത് 15% ആയിട്ടുണ്ട്. സോ ദാറ്റ് ബാക്കി ഇനി 3 ദിവസങ്ങളാണുള്ളത്. ബാക്കി 2 ദിവസങ്ങൾ. അപ്പോൾ ഒരു ദിവസം അവധിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ബാക്കി 2 ദിവസം നമ്മൾ ട്രേഡ് എടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ആ 2 ദിവസം ലോസ് അടിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം നമ്മുടെ ടാർഗറ്റ്, ഒരു മാസത്തെ നമ്മുടെ ടാർഗറ്റ് 8.5%. അതിന് മുകളിൽ എന്തായാലും ഈ മാസം നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ വരുന്ന ദിവസങ്ങളിലും ഈ പറയുന്ന പോലെ കുറച്ച് ഓരോരോ പാഠങ്ങൾ നമ്മളിങ്ങനെ പഠിക്കുകയാണ്. മുന്നോട്ട് പോകും തോറും നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് ഇതൊക്കെ കണ്ട് അതിനോട് പ്രതികരിക്കാനുള്ള സ്ട്രാറ്റജീസ്, ഈ ഒരു പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെപ്പറ്റി നെക്സ്റ്റ് ടൈം നമുക്ക് അവിടെ വരുമ്പോൾ ഒരു തീരുമാനം കുറച്ചും കൂടെ ബെറ്ററായിട്ട് എടുക്കാൻ പറ്റും. ഒന്നെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ട്രയൽ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഈവൻ ബ്രേക്ക് ഈവനിൽ ട്രയൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ നിന്നൊന്നും പോകാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമുക്ക് മുന്നിലേക്ക് പോകുമ്പോൾ ത്രൂ എക്സ്പീരിയൻസ് ഡെവലപ്പായി വരേണ്ടതാണ്. അപ്പോൾ നല്ലൊരു മാനസികാവസ്ഥയോടുകൂടെ എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഡിസിപ്ലിൻ കൈവിടാതിരിക്കുക. ഡിസിപ്ലിൻ കൈവിട്ട് പോകുമ്പോഴാണ് നമ്മുടെ മാനസികാവസ്ഥ എല്ലാം താറുമാറാകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരിക്കൽ കൂടെ ഓർമ്മിക്കുക, ഡിസിപ്ലിനായിട്ട് ഇരിക്കുക എന്നത് മാത്രം മതി. ലോങ് ടൈം നമ്മൾ റൺ ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി വിജയത്തിലേക്ക് വന്നോളും. കാരണം മനസ്സമാധാനമായിട്ടിരിക്കുമ്പോഴേ ഇതുപോലെയുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളാവാം, പക്ഷേ അതൊക്കെ നമുക്ക് കൃത്യമായി പഠിച്ച് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ മാനസികാവസ്ഥ നിലനിർത്തേണ്ടതുണ്ട്. അപ്പോൾ സൈക്കോളജി എന്ന് പറയുന്നതിൻ്റെ പ്രധാന ഘടകം ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ്റെ നമ്പർ 1 പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ദിവസം ഒരേ ഒരു ട്രേഡ് മാത്രം എടുക്കുക, പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.